ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്നൊരു പ്രത്യേക മസാല പുരട്ടി ഫ്രൈ ചെയ്യുന്ന ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണിത്. ഇത് ഫംഗ്ഷനുകളിൽ ഡിഷായിട്ട് വിളമ്പാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വറ്റൽമുളക്, കാശ്മീരി വറ്റൽമുളക്, കുരുമുളക്, ബേ ലീഫ്, വലിയ ജീരകം, ചെറിയ ജീരകം, ഉലുവ എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. വറ്റൽമുളകൊക്കെ ചെറുതായി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വറ്റൽമുളകിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ റോസ്റ്റ് ചെയ്യാം. ഇപ്പം ഇത് പാകമായിട്ടുണ്ട്. മുളകിൻ്റെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം മിക്സിയുടെ ഒരു ചെറിയ ജാർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തണുത്ത മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ആദ്യം പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചിട്ട് അരച്ചെടുക്കാം. ഞാൻ ആദ്യം ആ മസാല ഒന്ന് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. മസാല ഇതുപോലെ നല്ല കുഴമ്പ് രൂപത്തിലിരിക്കണം. ഇനി ഒരു ബൗളിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മീൻ കഷ്ണങ്ങൾ എടുത്തു വയ്ക്കാം. ഞാനിവിടെ 500 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മുള്ളധികമില്ലാത്ത ദശക്കട്ടിയുള്ള മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫംഗ്ഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലത്തെ മീനാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് അയലയിലും ചാളയിലൊക്കെ ഇതുപോലെ മസാല പുരട്ടി വറുക്കാവുന്നതാണ്. ഇനി നമ്മളുടെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ജാറിലെ അരപ്പ് നമുക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്തൊന്ന് അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് അഴിപ്പിച്ച മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ മസാല തയ്യാറാക്കിയപ്പോൾ മഞ്ഞൾ ചേർത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഈ മസാല എല്ലാം മീൻ കഷ്ണങ്ങളിൽ നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. നല്ലതുപോലെ എല്ലാ ഭാഗത്തും ആകത്തക്ക വിധം പുരട്ടിയെടുക്കണം. ഇപ്പോൾ മസാല എല്ലാം നല്ലതുപോലെ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ മീൻ കഷ്ണങ്ങളിൽ മസാലയും ഉപ്പും പുളിയൊക്കെ നല്ലതുപോലെ പിടിക്കും. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ചേർക്കാം. ഇനി മീൻ കഷ്ണങ്ങളിൽ നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ കോൺഫ്ലവറൊക്കെ നല്ലതുപോലെ മീൻ കഷ്ണങ്ങളിൽ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിൽ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ വെക്കരുത്. മീഡിയം ഹീറ്റിൽ വെച്ചാൽ ആദ്യം ഇടുന്ന മീൻ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മളിത് കോൺഫ്ലവർ ചേർത്ത് കോട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മീനെല്ലാം ഇട്ടതിന് ശേഷം ലോ ടു മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറത്തേക്കൊക്കെ കുറച്ച് എണ്ണ കോരി ഒഴിച്ചാൽ മുകൾ ഭാഗം ഡ്രൈ ആകാതിരിക്കും. ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി താഴെ ഭാഗം മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇപ്പം മീൻ കഷ്ണങ്ങളെല്ലാം 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മീൻ കഷ്ണങ്ങളും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതോടൊപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സെറ്റായിട്ട് ഞാൻ ബാക്കിയുള്ള എല്ലാ മീൻ കഷ്ണങ്ങളും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഇത്. പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഈ മസാലക്കൂട്ടിൽ മീൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് നമുക്ക് പരിപാടിക്കൊക്കെ വിളമ്പാനായിട്ടും വളരെ നല്ലതാണ്. ഫംഗ്ഷനൊക്കെ നമുക്ക് ഡിഷ് ഐറ്റമായിട്ട് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ വിളമ്പാൻ സൂപ്പറാണ്.
അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്